രാത്രി മാഗി ഉണ്ടാക്കാൻ പോലും നേപ്പാളി പോലീസ് കാവല്. പനി കാരണം എന്റെ സൗണ്ട് മൊത്തം പോയിരിക്കും. ഹൈ ഗൈസ്, ഡേ 2 ഓഫ് അന്നപൂർണ ബേസ് ക്യാമ്പ് ട്രക്കിംഗ്. രാവിലെ തന്നെ ദാളും ചോറും, പക്ഷെ വായു വെക്കാൻ കൊള്ളത്തില്ല. ഫുഡും കഴിച്ച് അന്നപൂർണ ബേസ് ക്യാമ്പിന്റെ ട്രക്കിംഗ് എടുക്കാൻ വേണ്ടി ഞാൻ പോയി. രാവിലെ 8 മണിക്ക് എത്തിയോണ്ട് തന്നെ പെർമിറ്റ് ഓഫീസ് ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ സൺസ്ക്രീമും എടുത്ത് തേച്ചു. ഓഫീസ് തുറന്നത് ഓഫീസിലേക്ക് ഒറ്റ ചാട്ടം. വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞെങ്കിലും അവരറിയാതെ 1-2 വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തു. ഞാൻ ഏതാ മോൻ. പെർമിറ്റ് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ആഘോഷിക്കായിരുന്നു. പക്ഷെ ആഘോഷം അത്ര പെട്ടെന്ന് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ സന്തോഷത്തിൽ എന്നെ ഗാൻഡ്രൂക്ക് വില്ലേജിലേക്കുള്ള ബസ് ഞാൻ കയറി. ഉച്ചക്ക് ഒരു ബ്രെഡും കഴിച്ച് വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഞാൻ ഗാൻഡ്രൂക്ക് വില്ലേജിലേക്ക് എത്തി. വില്ലേജ് കണ്ടത് അന്തം വിട്ട് പോയില്ലേ. എന്റെ പട്ടി ഷോ നിങ്ങൾ കാണേണ്ടതാണ്. തൊട്ടിലിൽ കിടന്ന് ആട്ടുന്ന പോലെയല്ല എന്നെ ബസ് കൊണ്ടൊന്ന് ഇവിടെ എത്തിച്ചത്. അങ്ങനെ ബസ്സിനോട് ബായും പറഞ്ഞ് ഞാൻ എന്റെ യാത്ര തുടങ്ങി. ഗാൻഡ്രൂക്ക് വില്ലേജിന്റെ തുടക്കം തന്നെ സ്റ്റെപ്പായിരുന്നു. ആദ്യമൊക്കെ നല്ല ഉന്മേഷമായിരുന്നു. പിന്നെ വില്ലേജിൽ പോകുമ്പോണ്ട് പോത്തിന്റെ തലയും പുലിന്റെ തോലും ഒക്കെ തള്ളി മറിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ബാഗ് ഇട്ട ഷോൾഡറിന്റെ അവസ്ഥ കാട്ടിക്കുമ്പോഴാണ് ആ ഒരു സംഭവം ഉണ്ടായത്. എന്റെ എല്ലാ സന്തോഷവും ഒറ്റ നിമിഷത്തേക്ക് ഇല്ലാണ്ടായി. അതെ, എന്റെ ഫോണ് പോയി. അതുകൊണ്ടൊന്നും ഞാൻ തളർന്നില്ല. അത് കഴിഞ്ഞുള്ള വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. ആളെ മരവിപ്പിക്കാൻ കൽപ്പുള്ള ആ വെള്ളത്തിൽ ഞാൻ കുളിച്ചെന്റെ യാത്രകൾ വീണ്ടും തുടങ്ങും. അപ്പൊ ഓക്കെ, ബൈ.